വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രൈസ്തവ ലോകം വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആണ്ടുവട്ടത്തിൽ ഒരാഴ്ച വീടുകളിലും പള്ളികളിലുമെല്ലാം അതിവിശുദ്ധമായ ദിനങ്ങളായി ആഘോഷിക്കുന്ന ഒരു സമയം. ഓശാന പെരുന്നാളിൽ കൈനീട്ടി വാങ്ങിയ കുരുത്തോല വീടുകളിൽ ഉചിതമായ സ്ഥലത്ത് പ്രതിഷ്ഠിച്ച് ആരംഭിക്കുന്ന ഗാർഹിക ആചരണങ്ങൾ ആഴമായ മൗനത്തിൻ്റെ ദിനങ്ങളാണ്. വളരെ പ്രത്യേകമായും വലിയ ബുധനാഴ്ച വൈകുന്നേരം മുതൽ ഉയിർപ്പ് തിരുനാൾ വരെ നമ്മുടെ വീടുകളിൽ നിലനിന്നിരുന്ന ആഴമായ മൗനത്തേക്ക് നമുക്കൊന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. അത് എല്ലാ പ്രകാരത്തിലും വിശുദ്ധമാണെന്നുള്ള പ്രതീതി ഓരോ ആളുകളിലേക്കും സന്നിവേശിപ്പിക്കാൻ തലമുറകൾക്ക് കഴിഞ്ഞു എന്നത് ചാരിതാർത്ഥ്യത്തോടെ നമുക്ക് ഓർമ്മിക്കാം. പ്രത്യേകിച്ചും പെസഹപ്പാലും ഇണ്ടറിയപ്പവും ഒക്കെ ഉണ്ടാക്കുന്ന കർമ്മം എത്ര ശ്രദ്ധയോടെ, എത്ര ഭക്തി നിർഭരമായി ആചരിച്ചു പോന്നവരാണ് നമ്മൾ. ഇന്നും നമ്മുടെ വീടുകളിൽ പുലരേണ്ട വിശുദ്ധവാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുതന്നെയാണ്. ആഴമായ മൗനം. പ്രത്യേകിച്ചും ആധുനിക കാലത്ത് വിവര സാങ്കേതിക വിദ്യകളും സമ്പർക്ക മാധ്യമങ്ങളും ഒക്കെ അന്തരീക്ഷത്തെ ശബ്ദായമാനമാക്കുന്ന ഈ സമയത്ത് വളരെ പ്രത്യേകമായി കേരളം ഒരു തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് പുറത്തെല്ലാം ശബ്ദമുഖരിതമാകുമ്പോൾ നമ്മുടെ വീടുകളിൽ ഈ ആന്തരിക നിശബ്ദതയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. വീടുകളിൽ ഉയരേണ്ടത് ദൈവവചനത്തിൻ്റെ സ്തുതിപ്പുകളാണ്. വചനപാരായണവും പാനാപാരായണവും ഒക്കെ നമ്മുടെ വീടുകളെ ഭക്തസാന്ദ്രമാക്കുന്ന ഈ ദിനങ്ങളിൽ നമുക്ക് ജാഗ്രതയോടെ വ്യാപരിക്കാം. പ്രത്യേകിച്ചും നമ്മുടെ വീടുകളിൽ ഉയരേണ്ടത് വിശ്വാസത്തിൻ്റെ പ്രകരണങ്ങളാണ്. നമ്മൾ ശ്വസിക്കേണ്ടത് വിശ്വാസത്തിൻ്റെ വായുവാണ്. നമ്മുടെ മാതാപിതാക്കൾ പരസ്പരം പറയേണ്ടത്, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ കൈമാറേണ്ടത് മിശിഹായുടെ സ്വരമാണ്. മിശിഹായുടെ സ്വരം കേൾക്കുന്ന, വിശ്വാസത്തിൻ്റെ വായു ശ്വസിക്കുന്ന ഒരാഴ്ചക്കാലമായി ഈ വിശുദ്ധവാരം മാറട്ടെ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.